നത്തിങ് ഫോൺ 2 അറൗണ്ട് ഒരു 1 വീക്കായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രൈമറി ഡിവൈസാണിത്. സോ ശരിക്കും ഇതൊരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ഫോണാണ്. പ്രത്യേകിച്ച് ഈ ഒരു 25,000 റുപ്പീസിൻ്റെ അകത്ത് ഒരുപാടധികം ആൻഡ്രോയിഡ് ഫോൺസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. സോ ശരിക്കും ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ളത് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ടോ, എക്സ്പെഷ്യലി ക്യാമറ പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോയേക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് 25,000 രൂപയ്ക്കകത്ത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4G സ്റ്റോർ മഞ്ചേരിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അറൗണ്ട് ഒരു 22K 21K ഒക്കെ നത്തിങ് ഫോൺ 2 കിട്ടുന്നുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓൾറെഡി ഞാൻ പല വീഡിയോസിനും 4G സ്റ്റോർ മഞ്ചേരിയെ കുറിച്ച് പരിചയപ്പെടുത്തിയതാണ്. സോ അവിടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഐഫോൺസ് ആണ് സെയിൽ ചെയ്യുന്നത്. അതായത് പ്രീമിയം ക്വാളിറ്റിയുള്ള ഐഫോൺസും അതോടൊപ്പം തന്നെ പ്രീമിയം ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഫോൺസ് ഒക്കെയാണ് സെയിൽ ചെയ്യുന്നത്. നത്തിങ്, അതോടൊപ്പം തന്നെ ഐഫോൺ, പിക്സൽ, ഇങ്ങനെയുള്ള എല്ലാ മോഡൽസ് അവിടെ സെയിൽ ചെയ്യപ്പെടുന്നുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. മഞ്ചേരിയിലെ പാണ്ടിക്കാട് റോഡിൽ, അതായത് ന്യൂ ബസ് സ്റ്റാൻഡാണ് ലൊക്കേഷൻ വരുന്നത്. ഡീറ്റെയിൽസ് കാര്യമൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഡു ദാറ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഡിസൈനിൽ ഓബ്വിയസ്ലി നത്തിങ്ങിൻ്റെ ആ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ആ ഒരു ക്യാമറ മൊഡ്യൂൾ കണ്ടില്ല, ഇത്തിരി ഡിഫറെൻ്റ് ആണ് ഫോൺ. സോ ഫോൺ കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും എല്ലാവരും അതായത് പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നത്തിങ് അത്തരത്തിലാണ് ഇതിൻ്റെ ക്യാമറ ഡിസൈൻ ആണെങ്കിലും ആ ഒരു മൊഡ്യൂൾ കണ്ടില്ലേ, ക്യാമറ സെൻട്രലായിട്ടാണ് മൊഡ്യൂൾ കൊടുത്തിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി എല്ലാവരും ശ്രദ്ധിക്കും. നമ്മൾ ടൗണിലൊക്കെ പോകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ശ്രദ്ധിക്കുന്നതാണ്. ആൻഡ് ഇവിടെ ഗ്ലിഫ് ഇൻ്റർഫേസിൻ്റെ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. എല്ലാ നത്തിങ് ഫോണിലുള്ളതുപോലെ തന്നെ, ബാക്കി 2 നത്തിങ് ഫോണിലുള്ളതുപോലെ തന്നെ ഇവിടെയും ഗ്ലിഫ് ഇൻ്റർഫേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ 3 LED സ്ട്രിപ്സേ കൊടുത്തിട്ടുള്ളൂ. സോ നമുക്ക് നത്തിങ് ഫോൺ 1-ലാണെങ്കിലും 2-ലാണെങ്കിലും ഇവിടെ താഴെ വരെ കംപ്ലീറ്റ്ലി നമുക്ക് അവിടെ കവർ ചെയ്തിട്ട് LED സ്ട്രിപ്സ് വരാറുണ്ട്. പക്ഷേ ഇവിടെ ക്യാമറയുടെ ആ ഒരു സൈഡിൽ 3 LED സ്ട്രിപ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഇത്രയും മതി. സോ ഇതിൽ വലിയൊരു യൂസ് ഒന്നുമില്ല. ഇപ്പം നമ്മൾ ആദ്യം വാങ്ങിച്ച സമയത്ത് അത് കുറച്ച് ശ്രദ്ധിക്കുന്നേ ഉള്ളൂ, പിന്നെ നമ്മളത് ശ്രദ്ധിക്കത്തില്ല. സോ നമ്മൾ അതിലോട്ട് യൂസ്ഡ് ആവുന്ന സമയത്ത് വലിയ രീതിയിൽ നമ്മളത് നോട്ട് ചെയ്യത്തില്ല. നമുക്കത് ജസ്റ്റ് ഒരു LED ഇൻഡിക്കേഷൻ എന്ന് പറയുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത്. സോ ഈ ഗ്ലിഫ് ഇൻ്റർഫേസ് എനിക്ക് വലിയൊരു യൂസ് ആയിട്ട് തോന്നിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഗ്ലിഫ് ഇൻ്റർഫേസിൻ്റെ വലിയ ഫീച്ചേഴ്സും കാലം കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ സൊമാറ്റോയിൽ ഓർഡർ ചെയ്യുന്ന സമയത്തൊക്കെ അത് ഡെലിവറി ആവുന്ന രീതിയിൽ ആ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഓപ്ഷൻസിൽ സെറ്റിംഗ്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറൊന്നുമല്ല. സോ നമ്മൾ ആദ്യം 1 വീക്ക് നല്ല രീതിക്ക് നോക്കും എന്നല്ലാതെ, നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നോക്കും എന്നല്ലാതെ വലിയ രീതിയിൽ ഒരു എടുത്തു പറയേണ്ട ഫീച്ചറായിട്ട് എനിക്ക് പറയാനില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ് നത്തിങ് ഫോൺ 2 കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ചീപ്പ് ക്വാളിറ്റി അല്ല ഫീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗ്ലാസ് ബോഡി ഉള്ളതുപോലെയാണ് തോന്നുന്നത്. സോ ഇത് ബ്ലാക്കിലുള്ള ആ ഒരു പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ഫീൽ തന്നെയാണ് കിട്ടുന്നത്. കാണുമ്പോഴായാലും ആ ഒരു ഗ്ലാസ് ഫീൽ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ നമ്മളിത് ബാക്കിൽ ഇങ്ങനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക് ആണെന്ന് അറിയാൻ പറ്റും. കാരണം ചെറിയ രീതിയിൽ ഞളങ്ങുന്നുണ്ട്, അത് കാണാൻ പറ്റും. പക്ഷേ അതൊരു ചീപ്പ് ക്വാളിറ്റിയായിട്ട് ഫീൽ ചെയ്യുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിൽ പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ വലിയ രീതിയിൽ ഇഷ്യൂസ് ഒന്നും ഇതിൻ്റെ ബാക്കിൽ ആ ഒരു പ്ലാസ്റ്റിക്കിൽ ഫീൽ ചെയ്തിട്ടില്ല. ഈവൻ നമുക്ക് സൈഡിൽ വരുന്നതും പ്ലാസ്റ്റിക് ആണ്. സൈഡ് ഫ്രെയിം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ആണ്. പക്ഷേ ഒരു മാറ്റ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഇൻഹാൻഡ് ഫീൽ തന്നെ കിട്ടുന്നുണ്ട്. സോ അവിടെ നമുക്ക് ചീപ്പ് ഫീൽ കിട്ടുന്നില്ല. സോ ഒരു മാറ്റ് ഡിസൈൻ കൊടുത്തത് കൊണ്ട് തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യാനാണെങ്കിൽ ആ ഒരു ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. സോ അങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന പോകുന്ന പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് അല്ല, ചെറിയൊരു കർവ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫ്ലാറ്റ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള മിക്ക ഫോൺസിൽ ഇപ്പോൾ ഫ്ലാറ്റ് ഡിസൈൻ ആണ് വരുന്നത്, ഐഫോൺ രീതിയിലാണ് വരുന്നത്. പക്ഷേ ഇതൊരു കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ഡിസൈൻ അല്ല, അത്യാവശ്യം ഫ്ലാറ്റ് ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബട്ടൺസ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ബട്ടൺസ് തന്നെയാണ്, നല്ല ടാക്ടൈൽ ബട്ടൺസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ അവിടെ ഒന്നും എനിക്ക് യാതൊരു വിധ ഇഷ്യൂസും ഫേസ് ചെയ്തിട്ടില്ല. ഇനി ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ദി ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയാണ്. സോ അങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ ഡിസ്പ്ലേ ഒന്നുമല്ല. 6.7 ഇഞ്ച് വരുന്ന OLED ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. സോ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ദി ബെസ്റ്റ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല സ്പെസിഫിക്കേഷൻ തന്നെയാണ് ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ഡിസ്പ്ലേ കണ്ടില്ലേ, കാണാൻ നല്ല രസമുള്ള ഡിസ്പ്ലേ ആണ്. അതോടൊപ്പം തന്നെ സൈഡിലുള്ള ബെസൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ തിന്നായിട്ടുള്ള ബെസൽസ് ആണ്. നത്തിങ് പറയുന്നതനുസരിച്ച് നത്തിങ് ഫോൺ 2-ലേക്കാളും കുറച്ചുകൂടി തിന്നായിട്ടുള്ള ബെസൽസ് ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്, 2-ൽ കൊടുത്തിരിക്കുന്നത്. സോ കാണാൻ നല്ല രസമുള്ളതും അതോടൊപ്പം തന്നെ പ്രീമിയം ഫീൽ കിട്ടുന്ന ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഔട്ട്ഡോർ കണ്ടീഷനിൽ പോകുന്ന ബ്രൈറ്റ്നസിനെ കുറിച്ച് ആദ്യം സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. സോ അങ്ങനെ ഭയങ്കരമായ ബ്രൈറ്റ്നസ് ഒന്നുമില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഫോൺസിൻ്റെ ഒക്കെ ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. സോ ഞാൻ ഔട്ട്ഡോർ കണ്ടീഷനിലൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അതോടൊപ്പം തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. സോ ഔട്ട്ഡോർ കണ്ടീഷനിലാണെങ്കിലും ബ്രൈറ്റർ ആയിട്ടുള്ള സൺലൈറ്റ് സമയത്താണ് ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവിടെ കാര്യമുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ നേരിട്ടില്ല. ഫിംഗർ പ്രിന്റ് സ്കാനറൊക്കെ നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾസോ ബ്രൈറ്റ്നസ് അടിപൊളിയാണ്. ഇനി ഡിസ്പ്ലേയുടെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ, ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ കളേഴ്സ് നോക്കുകയാണെങ്കിലും നല്ല രീതിക്ക് തന്നെ കളർ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്ന സമയത്ത് അതിൻ്റെ കളർ കാലിബ്രേഷൻ അറിയത്തില്ല. ശരിക്കും ഇതിൽ കാണുന്ന സമയത്ത് കിട്ടുന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. എക്സ്പെഷ്യലി അത് ബെസൽലെസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ആണെങ്കിലും HDR ആണെങ്കിലും നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഞാനവിടെ വീഡിയോ സാമ്പിൾസ് കാണിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. സോ എനിക്ക് നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ ഔട്ട്ഡോർ കണ്ടീഷനിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ പോലും നല്ല ബ്രൈറ്റ്നസ് തന്നെ കിട്ടുന്നുണ്ട്. ഇനി റിഫ്രഷ് റേറ്റ് നോക്കുകയാണെങ്കിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് നല്ല രീതിക്ക് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നോർമൽ
നോർമലി ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്ന സമയത്താണെങ്കിലും മിക്ക ആപ്ലിക്കേഷൻസ് അകത്തും 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നോർമലി അങ്ങോട്ടും ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്തൊക്കെ ജിറ്റേഴ്സ് ഒന്നും അനുഭവപ്പെടുന്നില്ല. സോ ആ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കൂടി ആവുന്ന സമയത്ത് നല്ലൊരു ഫ്ലൂഡിക് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. സോ തീർച്ചയായിട്ടും എടുത്ത് പറഞ്ഞാൽ പറ്റും, ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഡിസ്പ്ലേ ഒക്കെ. സോ നല്ല രീതിയിലുള്ളൊരു ഫീൽ തന്നെയാണ് കിട്ടുന്നത്. ഡിസ്പ്ലേയുടെ ആ ഒരു റിഫ്രഷ് റേറ്റിൻ്റെ സൈഡ് നല്ലൊരു ഫീൽ തന്നെയാണ് കിട്ടുന്നത്. ഇനി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ പോലെ ഫ്ലൂഡിക് എക്സ്പീരിയൻസ് തന്നെയാണ് സോഫ്റ്റ്വെയറിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ക്രോൺ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൽ കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നത്തിങ്ങിൻ്റെതായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ സ്റ്റോക്ക് ആൻഡ് എക്സ്പീരിയൻസ് വിത്ത് നത്തിങ്ങിൻ്റെ ഇൻഡിക്കേഷൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിലുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈവൻ വാൾപേപ്പേഴ്സിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിലും അതോടൊപ്പം തന്നെ ഐക്കൺ പാക്സ് ഒക്കെ അടിപൊളിയാണ്. സോ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോൺസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത്രയും നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കിട്ടത്തില്ല. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഡിസ്പ്ലേയും അടിപൊളി തന്നെയാണ്, എടുത്ത് പറയാൻ പറ്റും. ഡിസ്പ്ലേ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഫോണിൻ്റെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഇഷ്യൂസ് വല്ലതും ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇല്ലാന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എനിക്കിവിടെ വീട്ടിലാണെങ്കിൽ പോലും 5G കിട്ടുന്നുണ്ട്. ഞാൻ ജിയോ സിം ഇട്ടാണ് ടെസ്റ്റ് ചെയ്തത്. നല്ല രീതിക്ക് തന്നെ സ്റ്റേബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ചില സമയത്തൊക്കെ സ്വിച്ചിങ് നടക്കുന്നുണ്ട്, പക്ഷേ അത് നോർമലാണ്. അതായത് 5G നിന്ന് 4Gയിലൂടെ സ്വിച്ച് ആവുക നോർമലാണ്. പക്ഷേ നല്ല രീതിക്ക് തന്നെ ഫോൺ പെർഫോം ചെയ്യുന്നുണ്ട്. സോ അവിടെ ലാഗ് ഒന്നും ഫേസ് ചെയ്യുന്നില്ല. അതായത് നെറ്റ്വർക്കിൻ്റെ സൈഡ് ലാഗ് ഒന്നും ഫേസ് ചെയ്യുന്നില്ല. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. നെക്സ്റ്റ് പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ മീഡിയടെക്കിൻ്റെ Dimensity 7200 Pro എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇത് 7200 തന്നെയാണ്, Dimensity 7200 തന്നെയാണ്. പക്ഷേ നത്തിങ്ങിൻ്റെതായിട്ടുള്ള ഇൻഡിക്കേഷൻ ഉള്ളതുകൊണ്ട് 7200 Pro എന്ന പേരിൽ ഈ ഫോൺ ഇറക്കിയിട്ടുണ്ട്. സോ ഇറ്റ്സ് ഓക്കെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പെർഫോമൻസിൻ്റെ വയസ്സിൽ ലാഗ്സോ ജിറ്റേഴ്സോ അനുഭവപ്പെടുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇല്ല. നിങ്ങൾ നോർമൽ ഡേ ടു ഡേ യൂസർ യാതൊരു വിധ ഇഷ്യൂസും ഫേസ് ചെയ്യാൻ പോകുന്നില്ല. ഈവൻ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂസും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. സോ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. സോ ഈ ഒരു കണ്ടീഷനിൽ ഇപ്പം മഴയാണ്, സോ ഈ ഒരു കണ്ടീഷനിൽ ഡെഫിനറ്റ്ലി വലിയ ഹീറ്റിംഗ് വരാറില്ല. പക്ഷേ ഞാൻ ക്യാമറ ഒക്കെ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു, ഓവർ പ്രോസസിങ് ചെയ്ത് നോക്കിയായിരുന്നു. അവിടെ നിന്നും വലിയ കാര്യമായിട്ടുള്ള ഹീറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളൊന്നും നേരിട്ടിട്ടില്ല. സോ നമ്മൾ നോർമൽ പ്രോസസിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫോൺ നല്ല രീതിക്കാണ് റൺ ചെയ്യുന്നുണ്ട്. സോ അവിടെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടില്ല. ഇനി നിങ്ങൾ ഗെയിമിംഗ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണല്ല. ഗെയിമിംഗ് ചെയ്യാൻ പറ്റും, പക്ഷേ ഗെയിമിങ്ങിന് ഇൻട്രിഗേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലല്ല ഈ ഫോൺ വർക്ക് ചെയ്യുന്നുള്ളത്. സോ നോർമൽ ഡേ ടു ഡേ യൂസർ ആണെങ്കിൽ നിങ്ങൾ 25,000 രൂപയ്ക്കകത്ത് നോർമൽ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, വാട്സാപ്പ്, അതോടൊപ്പം തന്നെ നോർമൽ എഡിറ്റിംഗ്, വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ചിപ്സെറ്റിന് അത് താങ്ങാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഗെയിമിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിപ്സെറ്റ് താങ്ങുമെങ്കിലും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൽ അത് ഒപ്റ്റിമൈസ്ഡ് അല്ല. സോ ഞാൻ എടുത്ത് പറയുന്നത്, സോ ഗെയിമിങ്ങിന് ഒരു റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഫോണല്ല. പക്ഷേ ഗെയിം കളിക്കാൻ പറ്റും. ഞാൻ കളിച്ച് നോക്കിയായിരുന്നു, ഹീറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. നോർമൽ വാം ആവുന്നുണ്ട്. സോ നമ്മുടെ ക്യാമറയുടെ മുകളിലുള്ള താഴായിട്ട് അത് അറിയാൻ പറ്റുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ആ ഒരു ഹീറ്റിംഗ് നോർമലാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിലാണെങ്കിലും. ഇനി ഫ്ലാഗ്ഷിപ്പിൽ പോവുകയാണെങ്കിലും ഹീറ്റിംഗ് ഒക്കെ നോർമലാണ്. അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് പറയാനില്ല. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പെർഫോമൻസ് വൈസ് എനിക്ക് ഓക്കെയാണ്. സോ അതാണ് പെർഫോമൻസ് വൈസ് എനിക്ക് പറയാനുള്ളത്. ഇനി ക്യാമറ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 15 മെഗാ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്പർ വൈസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. അൾട്രാ വൈഡ് ആംഗിൾ 15 മെഗാ പിക്സലാണ്. അതോടൊപ്പം തന്നെ മെയിൻ വൈഡ് ആംഗിൾ സെൻസറും 15 മെഗാ പിക്സലിൻ്റെ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഒരു ക്യാമറ പെർഫോമൻസ് ആവറേജ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. എക്സ്പെഷ്യലി കളേഴ്സ് ഒക്കെ എനിക്ക് കുറച്ച് ഡള്ളായിട്ട്, കുറച്ച് ആവറേജ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. എന്തോ പോലെയാണ് ഇരിക്കുന്നത്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തതാണോ അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് അറിയത്തില്ല. നത്തിങ് അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ ക്യാമറ വൈസ് തീർച്ചയായിട്ടും നത്തിങ് കൂടുതൽ ശ്രദ്ധിക്കണം. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ സോഫ്റ്റ്വെയറിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കണം. കളേഴ്സൊക്കെ എന്തോ പോലെയാണ് ഇരിക്കുന്നത്. സോ ഞാനിവിടെ ചില ഫോട്ടോ സാമ്പിൾസ് നിങ്ങൾ കാണിക്കുന്നുണ്ട്, കണ്ടു നോക്കാം. എക്സ്പെഷ്യലി അൾട്രാ വൈഡിൽ എടുക്കുന്ന ഫോട്ടോസ് ആ ഒരു 15 മെഗാ പിക്സലിൻ്റെ ക്വാളിറ്റി കിട്ടുന്നില്ല. ഡെഫിനറ്റ്ലി പറയുകയാണെങ്കിൽ ആ ഒരു ക്വാളിറ്റി കിട്ടുന്നില്ല. സോ നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ, സൂം ചെയ്യാറില്ല, പക്ഷേ നോർമൽ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ 15 മെഗാ പിക്സലിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നില്ല. അതോടൊപ്പം തന്നെ ഷാഡോസ് ഏരിയസിലൊക്കെ ഹൈലൈറ്റ് ഒക്കെ മിസ്സിംഗ് ആണ്. സോ അവിടെയൊക്കെ ഡാർക്ക് ആയിട്ടാണ് ഇരിക്കുന്നത് ഷാഡോസിൻ്റെ ഏരിയയിലൊക്കെ. അതൊക്കെ കുറച്ചുകൂടി സോഫ്റ്റ്വെയറിൽ റെഡിയാക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. സോ തീർച്ചയായിട്ടും നത്തിങ് അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പോർട്രേറ്റ് മോഡ് എടുക്കുകയാണെങ്കിലും നല്ല പോർട്രേറ്റ് മോഡ്സ് ആണ് കിട്ടുന്നത്. 2x ഓപ്ഷൻ കിട്ടുന്നുണ്ടെങ്കിലും അത് ക്രോപ്പ്ഡ് ആണ്, അതായത് മെയിൻ സെൻസറിൻ്റെ ക്രോപ്പ്ഡ് ആണ്. സോ അതിൻ്റെ സാമ്പിൾസ് നിങ്ങൾ കാണിക്കുന്നുണ്ട്. സോ നോർമൽ പോർട്രേറ്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാമറയാണ് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എങ്കിൽ വേറെയും ഫോൺസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ നോർമൽ ഡോക്യുമെൻസിൻ്റെ ഫോട്ടോസ് എടുക്കുകയാണെങ്കിലും ഔട്ട്ഡോർ കണ്ടീഷനിലേക്ക് ജസ്റ്റ് ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ, ചില സെനാറിയോ ഫോട്ടോസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഫോൺ തന്നെയാണ്. ഈവൻ അൾട്രാ വൈഡ് ആംഗിൾ നല്ല വൈഡ് ആയിട്ടുള്ള ഷോട്ടാണ് കിട്ടുന്നത്. അങ്ങനെ ഭയങ്കരമായ ഡീറ്റെയിൽസ് ഇല്ലെങ്കിലും നല്ല ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. വീഡിയോസിൽ 4K 30 FPS റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 4K 60 FPS കൊടുക്കേണ്ടതായിരുന്നു, അവിടെ കൊടുത്തിട്ടില്ല. ആൻഡ് ഫ്രണ്ട് ഫേസിംഗിൽ 1080p 60 FPS ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഹൈലൈറ്റ് പോയിന്റ് ആണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോർമലി 1080p 30 FPS വരാറുള്ളൂ. പക്ഷേ നമുക്ക് 60 FPS ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള ഫ്രണ്ട് ഫേസിംഗ് വീഡിയോസ് എടുക്കാൻ പറ്റും. രണ്ടിൻ്റെയും സാമ്പിൾസ് ഞാൻ കാണിക്കുന്നുണ്ട്. ആദ്യം ബാക്ക് ക്യാമറയിൽ എടുത്തൊരു വീഡിയോ സാമ്പിൾ നിങ്ങൾ കണ്ടുവരിക.
ഹേ ഗൈസ്, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നത്തിങ് ഫോൺ 2യുടെ അൾട്രാ വൈഡ് ആംഗിളിലാണ്. 1080p 60 FPS വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4K 30 FPS ആണ് മാക്സിമം റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഞാൻ 1080p 60 FPS റെക്കോർഡ് ചെയ്യുന്നത് എത്രത്തോളം സ്മൂത്ത്നെസ് ഉണ്ടെന്ന് നോക്കാനാണ്, ആൻഡ് സ്റ്റെബിലൈസിന് എത്രത്തോളം ഉണ്ടെന്ന് നോക്കുക. സോ എനിക്ക് സ്ക്രീനിൽ കാണുന്ന സമയത്ത് അതായത് ഇത് ഗൈറോൻ്റെ EAS ആണ് കൊടുത്തിരിക്കുന്നത്. സോ OISൻ്റെ ഫീച്ചർ കൊടുത്തിട്ടില്ല. സ്ക്രീനിൽ കാണുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല സ്റ്റെബിലായിട്ടാണ് തോന്നുന്നത്. സോ എങ്ങനെയുണ്ട് വീഡിയോ ക്വാളിറ്റി എന്ന് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ഇവിടെ കണ്ടില്ല, ഷാഡോസ് ഏരിയസിലൊക്കെ ഹൈലൈറ്റ്സ് ഒക്കെ മിസ്സിംഗ് ആണ്, കണ്ടത് കുറച്ചൊരു ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്. സോ ഇത് എനിക്ക് തോന്നുന്നു ആ ഒരു സെൻസർ ചെറുതായതുകൊണ്ടായിരിക്കാം. ആൻഡ് ഡീറ്റെയിൽസ് ആണെങ്കിൽ ഓക്കെയാണ്. ഒരു 15 മെഗാ ഡീറ്റെയിൽസ് ഒന്നും വീഡിയോസിൽ കിട്ടുന്നില്ല, പക്ഷേ ഓക്കെയാണ്, അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. അതിന് കണ്ടില്ല, നല്ല വൈഡാണ്, നല്ല രസമാണ്. സോ കണ്ടില്ലേ, സ്കൈ ഒക്കെ ബ്ലൂ ആയിട്ട് കാണുന്നുണ്ട്. വീഡിയോ ക്വാളിറ്റി ഓക്കെയാണ്, പക്ഷേ ഷാഡോസിൽ മാത്രം അവിടെ ബ്ലാക്ക് ആയിട്ടാണ് കാണിക്കുന്നത്. സോ കണ്ടില്ല, ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു മരത്തിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഷാഡോസിലൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ മിസ്സിംഗ് ആണ്. സോ അതെടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. സോ ഇതാണ് ബാക്ക് ക്യാമറയിൽ എടുത്ത ആ ഒരു വീഡിയോ സാമ്പിൾ എന്ന് പറയുന്നത്. സോ ആദ്യം എടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ബാക്ക് ക്യാമറയിൽ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഒരിക്കലും അൾട്രാ വൈഡങ്ങളിൽ നിന്ന് മെയിനിലോട്ടും അതോടൊപ്പം തന്നെ മെയിൻ സെൻസറിൽ നിന്നും അൾട്രാ വൈഡുകളോട് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ സാംസങ് ഐഫോണിലൊക്കെ കാണുന്ന പോലെ അത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ 1x നിന്ന് 2x സൂം ചെയ്യാൻ പറ്റുന്നത് നല്ല സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. സോ ചില ഫോൺസിലുണ്ട് ഇങ്ങനെ ക്രോപ്പായ രീതിയിൽ സൂം ആവുന്നത്, പക്ഷേ അങ്ങനെയല്ല, ഇവിടെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സൂം തന്നെയാണ് 2xൻ്റെ കൊടുത്തിരിക്കുന്നത്. വീഡിയോസിൻ്റെ സ്റ്റെബിലൈസിന് ഓക്കെയാണ്, OIS കൊടുത്തിട്ടുണ്ട്, മെയിൻ സെൻസറിന് OIS കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിക്ക് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ലോ ലൈറ്റിൽ എടുക്കുന്ന വീഡിയോസ് കുറച്ച് ആവറേജ് ആണ്, എന്ന് വെച്ചാൽ വളരെ ആവറേജ് ഒന്നല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെ തന്നെയാണ്. ഇനി ഫ്രണ്ട് ഫേസിങ് ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ആവറേജ് ആയിട്ടാണ് പറയാനുള്ളത്. വീഡിയോസ് ഓക്കെയാണ്, ഞാൻ സാമ്പിൾ കാണിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടുവരിക. സോ അതിന് മുമ്പ് ഫോട്ടോസിൻ്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ആവറേജ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. കാരണം കളേഴ്സൊക്കെ ഒരു മങ്ങിയ രീതിയിലാണ് നിൽക്കുന്നത്, ഡള്ളാണ്. സോ നമ്മൾ ലിപ്സൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് റെഡ് ആവാറുണ്ട്, പക്ഷേ അവിടെയൊക്കെ ബ്ലാക്ക് ആയ രീതിയിലാണ് നിൽക്കുന്നത്. സോ എടുത്ത് പറഞ്ഞേ പറ്റും, അതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. സോ അത് നത്തിങ് ക്ലിയർ ആക്കണം, തീർച്ചയായിട്ടും ക്ലിയർ ആക്കിയേ പറ്റൂ. സോ അവിടെയൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലുള്ളത് കുറച്ചുകൂടി ബെറ്റർ ആക്കണം. പക്ഷേ വീഡിയോസ് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസാണ്, സ്റ്റെബിലൈസിനും ഓക്കെയാണ്. സോ നിങ്ങൾ വ്ളോഗിങ്ങിനൊക്കെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നോക്കാം. പക്ഷേ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് സെൽഫി ക്യാമറ എന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മെയിൻ സെൻസർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഓക്കെയുള്ള വീഡിയോസ് ഒക്കെ എടുത്തു തരുന്നുണ്ട്, നിങ്ങൾ കണ്ടു നോക്കാം. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഫ്രണ്ട് ഫേസിങ് ക്യാമറയിൽ നിന്ന് വീഡിയോസ് എടുക്കുന്ന സമയത്ത് വരുന്നത്. ഫോട്ടോസിൽ അങ്ങനെ അല്ലെങ്കിലും വീഡിയോസിൽ അങ്ങനെയാണ് വരുന്നത്. സാമ്പിൾ കാണിക്കുന്നുണ്ട്, കണ്ടു നോക്കുക. ഹേ ഗൈസ്, ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നത്തിങ് ഫോൺ 2യുടെ ഫ്രണ്ട് ഫേസിങ് ക്യാമറയിലാണ്. ആൻഡ് 1080p 60 FPS വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ പറയാനുള്ളത്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ശ്രദ്ധിക്കേണ്ട, വീഡിയോയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കുക. ആൻഡ് 60 FPS ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ അത് നല്ലൊരു ഹൈലൈറ്റ് പോയിന്റ് ആണ്, കാരണം 30 FPS ആണ് നമുക്ക് നോർമലി കിട്ടാറുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു 60 FPS കൊടുത്തുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോ എക്സ്പീരിയൻസ് കിട്ടും. ഓൾസോ സ്റ്റെബിലൈസിന് അടിപൊളിയാണ്, അതായത് 60 FPS ആയിട്ട് പോലും സ്റ്റെബിലൈസിന് അടിപൊളിയാണ്, നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ആൻഡ് വീഡിയോയുടെ ഹൈലൈറ്റ്സ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടുന്ന ഹൈലൈറ്റ്സ് ആണെങ്കിലും ഓക്കെയാണ്. സോ അങ്ങനെ ബേൺ ഔട്ട് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും വരുന്നില്ല, നല്ല ക്വാളിറ്റി തന്നെയാണ് വീഡിയോസിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് നമ്മൾ സ്റ്റെബിലൈസിനാണെങ്കിലും വീഡിയോയുടെ ക്വാളിറ്റി ആണെങ്കിലും ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ആൻഡ് കളേഴ്സ് ഓക്കെയാണ്, സോ വൈബ്രൻറ്റ് കളറാണ്. ആൻഡ് ഈ ഒരു ഫ്രണ്ട് ഫേസിങ് ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ് എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്, കാരണം അവിടെ ഡള്ളാണ്, കളേഴ്സൊക്കെ ഡള്ളാണ്. പക്ഷേ വീഡിയോസിൽ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് തന്നെയാണ് കിട്ടുന്നത്. സോ അവിടെ കാര്യമായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. സോ വീഡിയോ ക്വാളിറ്റി ഓക്കെ തന്നെയാണ്. ഇനി ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബാറ്ററി പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. എക്സ്പെഷ്യലി നിങ്ങൾ ഡേ ടു ഡേ യൂസർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 6 to 7 hours ബാറ്ററി ബാക്കപ്പ് തീർച്ചയായിട്ടും കിട്ടും. അറൗണ്ട് ഒരു 7 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടും, കാരണം ഇതിൽ കൊടുത്തിരിക്കുന്ന 5000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ്. ഓൾസോ 45 watts ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സോ നിങ്ങളുടെ കയ്യിൽ PD ചാർജർ ഉണ്ടെങ്കിൽ, നോർമൽ ഫാസ്റ്റ് ചാർജിങ് അല്ല, PD അതായത് ടൈപ്പ് C to C, നോർമൽ C to C കേബിൾ ഉണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ ചാർജർ ഉണ്ടെങ്കിൽ, അഡാപ്റ്റർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 45 watts ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കിട്ടും. ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, എൻ്റെ കയ്യിൽ 35 watts ചാർജിങ് ആണുള്ളത്. അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, നല്ല രീതിക്ക് ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആവുന്നുണ്ട്. അറൗണ്ട് ഒരു 1 hour ഫോൺ ചാർജ് ആവുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫാസ്റ്റ് ചാർജിങ് അല്ല, ഇതിനേക്കാളും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആയിട്ടുള്ള ഫോൺസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നോർമൽ യൂസർ ആണെങ്കിൽ ഇത് ഓക്കെയാണ്. സോ എൻ്റെ പേഴ്സണൽ യൂസിൽ എനിക്ക് ഇത് ഓക്കെ ആണ് തോന്നിയിരിക്കുന്നത്. സോ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ഒരു 22K 23K ഒക്കെ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വാല്യൂ ഫോർ മണിയാണ്, ഡൗൺ ഗ്രേഡ് പറയാനില്ല. സോ ഓക്കെ അല്ലാന്നേ ഉള്ളൂ. അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ബാക്കിയുള്ള ഫോൺസോട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാമറ ഓക്കെയാണ്. പക്ഷേ അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, ഈ ബെസ്റ്റ് പെർഫോമൻസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങളൊരു ഓൾറൗണ്ട് എക്സ്പീരിയൻസ് ആണ് നോക്കുന്നതെങ്കിൽ അറൗണ്ട് ഒരു 25K കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ്. എക്സ്പെഷ്യലി എനിക്കിതൊരു ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇതൊരു ഡിസ്പ്ലേ എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. അതോടൊപ്പം തന്നെ ഒരു ബെസൽ എക്സ്പീരിയൻസ് ആണെങ്കിലും 6.7 ഇഞ്ചിൻ്റെ ലാർജ് സൈസ് ആണെങ്കിലും നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് എൻ്റെ കിട്ടുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. ഇനി ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും അടിപൊളിയാണ്. സോ പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണെന്ന് വെച്ചിട്ട് അവിടെ ചീപ്പല്ല കിട്ടുന്നത്. ഇനി വേറൊരു കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിൻ്റെ ഹാപ്റ്റിക് എക്സ്പീരിയൻസ്, അതും അടിപൊളിയാണ് കേട്ടോ. സോ ഒരു ജിഗ് വൈബ്രേഷനാണ്, പഴയ കാലത്തെ വൈബ്രേഷൻ അല്ല കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോൺസിൽ അങ്ങനെ വൈബ്രേഷൻ വരുന്നുണ്ട്. പക്ഷേ നത്തിങ് ഇവിടെ നല്ല രീതിയിലുള്ളൊരു വൈബ്രേഷൻ ഇൻഡിക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. സോ അത് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിലും നോർമൽ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും നല്ലൊരു വൈബ്രേഷൻ സിസ്റ്റം തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്, എടുത്ത് പറഞ്ഞേ പറ്റും. സോ ഇതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോ കൂടെ പറയാനുള്ളത്. സോ ഡെഫിനറ്റ്ലി 22Kക്കും 21Kക്കൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇത് 256GB വേരിയൻ്റ് ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ഈ ഒരു ഫോൺ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഫോർജി സ്റ്റോർ മഞ്ചേരി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.